ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇത് നമ്മൾ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. എൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 4 ബ്രെഡാണ് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അതുകൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് നെയ്യ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പാല് മേടിക്കുമ്പോൾ അത് കാച്ചി തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ പാട എടുത്ത് ഒരേ ദിവസവും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരുന്ന് കുറേ ദിവസം പാട എടുത്തത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ. എന്നിട്ട് കുറേ ദിവസം കളക്ട് ചെയ്ത് കുറച്ചാകുമ്പോൾ നമുക്കത് ഉരുക്കിയെടുക്കാവുന്നതാണ്. പശുവും പാലും തന്നെ ആയിരിക്കണം, അല്ലാതെ കവറ് പാലാകുമ്പോൾ നമുക്ക് നെയ്യ് കിട്ടത്തില്ല. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാടൊന്ന് ബ്രൗൺ കളറാവണ്ട, ജസ്റ്റ് ഇതേ കണക്ക് കളറൊന്ന് മാറി കിട്ടാൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇനി ഈ പാനിൽ തന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 നേന്ത്രപ്പഴമാണ്, അത് ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ഒരുപാട് പഴുത്ത പഴമാണ് നല്ലത് കേട്ടോ. ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. ഏത്തപ്പഴം നെയ്യ് കിടന്നൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഏത്തപ്പഴത്തിന് ആ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏത്തപ്പഴത്തിന് ഓൾറെഡി മധുരം ഉണ്ട്, എന്നാലും കുറച്ചുകൂടെ ഒരു മധുരം കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ച് കൊടുക്കാം. ജസ്റ്റ് ഈ ഒരു പരുവത്തിന് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും ബദാമും ചെറിയ കഷ്ണങ്ങളാക്കി അതുകൂടെ ചേർത്ത് കൊടുക്കാം. അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. ഒരു പാനിൽ 1/2 ലിറ്റർ പാല് വെച്ചിട്ടുണ്ട്. ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കി. ഇതിലേക്ക് നമ്മൾ 1 പിടി തുളസിയുടെ ഇല ചേർക്കുന്നുണ്ട്. ചെറിയ തണ്ടും എല്ലാം കൂടെയാണ് ചേർക്കുന്നത് കേട്ടോ. കഴുകി വൃത്തിയാക്കി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന തുളസി ഇലയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ. ഞാൻ ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ഒരു ടേസ്റ്റായിരുന്നു. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതും ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ തുളസിയുടെ പാലിൽ കിടന്ന് തിളച്ച് അതിൻ്റെ മണമൊക്കെ സത്തൊക്കെ ഇറങ്ങി നല്ല മണം വരുന്നുണ്ട്. 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ഈ ഇല എടുത്ത് മാറ്റാം. നമ്മുടെ ഇല എടുത്ത് മാറ്റിയാൽ നമ്മുടെ പാലിന് അതേ കളർ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ സ്മെല്ല് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഗുണവും. ഇനി 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ്. കസ്റ്റേർഡ് പൗഡർ എല്ലാ സൂപ്പർ മാർക്കറ്റിന് മേടിക്കാൻ കിട്ടും. 4 ടേബിൾ സ്പൂൺ 50 ഗ്രാമോളം ഉണ്ട് കേട്ടോ. ഇത് കലക്കി നല്ല കട്ടയില്ലാതെ കലക്കിയതിന് ശേഷം നമുക്ക് ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഇപ്പം നമ്മൾ തിളച്ച പാല് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോവും. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് ഇതൊന്ന് കൈയെടുക്കാതെ ഇളക്കി കുറുക്കിയെടുക്കാം. പെട്ടെന്ന് അങ്ങ് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പുഡിങ്ങിന് കുറേ കൂടെ മധുരം വേണം. ഞാനൊരു മീഡിയം മധുരത്തിനാണ് ചേർക്കുന്നത് കേട്ടോ. കുറേ കൂടെ മധുരം വേണമെങ്കിൽ ഒരു 3/4 കപ്പോളം പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പേ ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ആ പാത്രം എടുത്തിട്ട് ഇച്ചിരി നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഗ്ലാസിൻ്റെ അതിലെടുക്കാം, സ്റ്റീൽ പാത്രം, ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ കുറുക്ക് പകുതി ഒഴിച്ച് കൊടുക്കാം.
പകുതി ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അത് നിരത്തി കൊടുക്കാം. നമ്മുടെ ബ്രെഡ് ഇതിൻ്റെ മുകളിൽ നമ്മൾ മൊത്തം നിരത്തിയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ വയറ്റി വെച്ചേക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഏത്തപ്പഴവും ബ്രെഡും ഒക്കെ കാണും. പിന്നെ കസ്റ്റേർഡ് പൗഡർ നമ്മളിങ്ങനെ കടയിൽ നിന്ന് മേടിച്ചൊക്കെ വെച്ചിരുന്നാലും നമുക്ക് കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അത്. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ള ആ മിക്സ് കൂടെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചൂട് സമയത്തൊക്കെ ആയാലും വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴും അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മുകളിൽ കുറച്ച് ബദാമും കാഷ്യൂ നട്ട്സും ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതിന് ശേഷം ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. തണുത്തതിന് ശേഷം നമുക്കെടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളൊരു തുളസിയുടെ 2 ഇലയൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ പലതരം പുഡിങ് ഉണ്ടാക്കി കഴിക്കുമല്ലോ. അപ്പോൾ ഇതൊരു വെറൈറ്റി പുഡിങ്ങാണ്. തുളസിയില ചേർത്തിട്ട് കഴിച്ചാൽ നല്ല ഒരു ടേസ്റ്റും മണവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ചെറിയ പീസ് എടുത്തൊരു സോസറിലോട്ട് വെച്ചിട്ട് ഞാൻ തന്നെ ഒന്ന് കോരി കഴിച്ച് നോക്കാൻ പോകണം. നല്ല ടേസ്റ്റെന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു ടേസ്റ്റാണ്. ആ നടുക്കലത്തെ ലെയറൊക്കെ അങ്ങനെ തന്നെ നമുക്ക് കാണാം, ബ്രെഡിൻ്റെയും ഏത്തപ്പഴത്തിൻ്റെയൊക്കെയും. അപ്പം നമുക്ക് ഏത്തപ്പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ബ്രെഡ് ഏതെങ്കിലും, ഇത് രണ്ടും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റിൻ്റെ വെച്ചിട്ടായാലും ചെയ്യാം. ഏതെങ്കിലും ഒരു ലെയർ നമുക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റ് ഇട്ടിട്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത്, ഏത്തപ്പഴവും ബ്രെഡും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ചെയ്ത് തന്നെ നിങ്ങൾ കഴിക്കണം ഇത് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. കുറച്ച് കസ്റ്റേർഡ് പൗഡറും പാലും ഒക്കെ മതിയല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. വീണ്ടും വീണ്ടും ഞാൻ പറയുക, നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ.